ഹേ ഗായ്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്നൊരു ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ജോലി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഒന്ന് ചില്ലായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് ഔട്ടിങ് എങ്ങോട്ടെങ്കിലും പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ തലേ ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന പോലെ സാധാരണ അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒന്നും തന്നെ നടക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ ദിവസം രാവിലെയാണ് തീരുമാനിച്ചത് എങ്ങോട്ട് പോകണം, ജസ്റ്റ് ഒരു റൈഡ് പോലെ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ തീരുമാനിച്ചത് കോട്ടയത്ത് പോകാമെന്നായിരുന്നു. കോട്ടയത്ത് കുമരകം സൈഡിലേക്ക് പോകാം, അവിടെ ആ പക്ഷി സങ്കേതമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ കയറാം എന്നൊക്കെ ഉള്ള പ്ലാനിലാണ് നമ്മൾ ഇരുന്നത്. അങ്ങനെയാണ് പ്ലാനിട്ട് ഇറങ്ങിയതും. പക്ഷേ പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പക്ഷികളൊന്നും ഉണ്ടാകത്തില്ല, ബേഡ്സിനെ ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് മുൻപേ ആയിട്ട് അങ്ങ് നിൽക്കണമെന്ന്. അവിടെ ഈ ബേഡ് സാഞ്ചുറിയുടെ അകത്ത് 6 മണിക്ക് മുന്നേ നിന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ആ 6 മണിയുടെ ടൈമിൽ നിന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല വെയിലും. അപ്പം നമ്മൾ ആലോചിച്ചു എന്നാൽ പിന്നെ ഒരു റൈഡല്ലേ, പെട്ടെന്നൊന്ന് വാഗമൺ പോയിട്ട് വരാമെന്ന് കരുതിയിട്ട് അങ്ങനെ വാഗമൺ പോയിട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ കോട്ടയം ജില്ലയിലാണ് വാഗമൺ ഉണ്ടായിരുന്നതെന്ന്, വാഗമൺ എന്ന സ്ഥലമുള്ളതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. ആലപ്പുഴയിലാണ് ഞാൻ ഉള്ളതെങ്കിലും എനിക്ക് ആ ഒരു കാര്യം എനിക്ക് ഞാൻ കരുതിക്കൊണ്ടിരുന്നത്, അതായത് എൻ്റെ മൈൻഡിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇടുക്കിയിലാണെന്നാണ് ഞാൻ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അറിയുന്നത് ഇടുക്കിയിലല്ല കോട്ടയത്താണ് എന്ന്. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ റൂട്ട് മാപ്പൊക്കെ ഇട്ട് നമ്മൾ നേരെ പോയത് കോട്ടയത്ത് അങ്ങ് അറ്റം കിടക്കുന്ന വാഗമൺ എന്ന സ്ഥലത്തേക്കാണ്. നമ്മളൊരു ട്രിപ്പെന്ന് പറയാൻ പറ്റില്ല, ഒരു റൈഡ് പോലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു ദിവസം കൊണ്ട് പോയിട്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വന്നു. പക്ഷേ ആ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, വാഗമണ്ണിലോട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. ഇത്രയും അടുത്ത് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ നിങ്ങളും പോകാതിരുന്നിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവില്ലേ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ട്? അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ വിചാരിച്ച പോലെ തന്നെ, അതായത് ഞാൻ കരുതി വെച്ചിരുന്ന പോലെ ഇടുക്കിയിലാണ് വാഗമണ്ണ് എന്ന് എന്നെപ്പോലെ കരുതിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ട്, അങ്ങനെ ചിന്തിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പോൾ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴത്ത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാമല്ലോ, അതുകൊണ്ട്. പക്ഷേ നമ്മൾ വാഗമണ്ണ് പോയി കഴിഞ്ഞാൽ, ആദ്യമായിട്ട് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, പോയി കഴിഞ്ഞപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ ഇതുവരെ പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി എക്സ്പ്ലോർ ചെയ്യണം. എനിക്ക് ഈ ഒരു വൺ ഡേ, അതായത് രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന രീതിക്ക് പോയിട്ട് പോലും എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ക്ലൈമറ്റ്, നേച്ചർ എല്ലാം അടിപൊളിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. അപ്പം ഒത്തിരി അഡ്വഞ്ചേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, റൈഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി സംഭവങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാനുണ്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും കസിൻസായിട്ടും ഒക്കെ പോകാൻ പറ്റിയ അടിപൊളി പ്ലേസാണ്. പിന്നെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനങ്ങ് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിലൊക്കെ കയറി, ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്ത് കയറി. നമുക്ക് പാസ്സായിട്ടുള്ളത് ജസ്റ്റ് അഡൽട്ട് അങ്ങനെ ഓരോ ഇതനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട് ചാർജ് വന്നിട്ട്. കാറിനൊക്കെ ആണെങ്കിൽ കാറിന് മാത്രം പാസ് 40 എന്തോ എക്സ്ട്രാ ചെയ്യണമെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കൊടുത്തത്, എല്ലാം കൂടി കൊടുത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് സെപ്പറേറ്റ് എനിക്ക് ഓർമ്മയില്ല. പിന്നെ വലിയ ആൾക്കാർക്കാണെങ്കിൽ 35 രൂപയാണ് പെർ ഹെഡ് വരുന്നത് അകത്തേക്കുള്ള പാസ്. അപ്പം അത്രയൊക്കെ ചെറിയ പൈസയും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ പോയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. ഒത്തിരി അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള റൈഡ് കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പം എനിക്ക് റൈഡിലൊന്നും കയറാൻ പറ്റില്ല, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കയറാൻ പറ്റിയില്ല. നമുക്ക് ടൈം കുറവായതുകൊണ്ട് തന്നെ എല്ലാം കണ്ടെടുത്ത് പെട്ടെന്ന് തിരിച്ചിറങ്ങി. കാര്യം നമ്മളൊരു ജസ്റ്റ് ഒരു റൈഡ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ലേ, ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു പോകുന്നു. പക്ഷെ ആ പോയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇനി ഒന്നുകൂടി പോകും. അപ്പം അങ്ങനെ പോകുന്ന ടൈമിൽ, അതായത് വൺ ഡേ ട്രിപ്പ് അല്ലാതെ ഒന്നുകൂടി പോകാൻ പ്ലാനുണ്ട്. അങ്ങനെ പോകുന്ന ടൈമിൽ അത്യാവശ്യം എല്ലാ റൈഡിലും കയറി മൊത്തത്തിൽ വാഗമൺ ഫുൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്കുണ്ട്. അപ്പം അന്നേരം ഫുള്ളായിട്ടുള്ള എല്ലാത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടും. ഇപ്പം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്, പറ്റുന്ന രീതിക്കൊക്കെ നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ അവിടെ നമ്മൾ പോയി കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പോയത് നല്ല വെയിലത്താണ്. പക്ഷെ ആ കോട്ടയത്ത് എല്ലാ സ്ഥലത്തും ടൗണിലൊക്കെ ഭയങ്കര വെയിൽ. നമ്മൾ പോയത് പാലാ റൂട്ട് കയറിയിട്ട് അങ്ങനെയാണ് പോയത്, കോട്ടയം പാല അങ്ങനെ കയറിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വാഗമണിലേക്ക് അങ്ങ് ഹൈ റേഞ്ച് കയറാൻ തുടങ്ങിയപ്പോൾ തൊട്ട്
എന്താ പറയാ, ആ ഒരു ഫുൾ ക്ലൈമറ്റിന്റെ ലെവലേ അങ്ങ് മാറി. നല്ല രീതിക്ക് ഭയങ്കര തണുപ്പ് കാര്യങ്ങളൊക്കെ ആവാൻ തുടങ്ങി. നമ്മൾ അത്രയും വെയിലത്ത് പോയെങ്കിൽ നമ്മൾ കോടമഞ്ഞ് കണ്ടു പോകുന്ന വഴിക്ക്, അതുപോലെ തന്നെ തിരിച്ചിറങ്ങുന്ന ടൈമിലാണെങ്കിലും ചെറിയ ചാറ്റൽ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു പ്രത്യേക വൈബായിരുന്നു, ഒരു പ്രത്യേക മൂഡായിരുന്നു കേട്ടോ പോകാനായിട്ട്. നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മുടെ ഫുൾ മൈൻഡ് അങ്ങ് റിഫ്രഷ് ആവും. ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് മൈൻഡ് ഭയങ്കരമായിട്ടും അങ്ങ് റിഫ്രഷ് ആവും. നമ്മൾ പറയത്തില്ലേ, നമ്മൾ KSRTC ബസ്സിന്റെ സൈഡ് സീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടെന്ന്, ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ കൊണ്ടിട്ട്. അപ്പൊ ആ ഒരു ഫീൽ ഒരു വേറെ ലെവലല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഒരു വേറെ ലെവലാണ് നമുക്ക് ഈ വാഗമൺ ട്രിപ്പ് നമുക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ പോകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോകണം, മസ്റ്റായിട്ടും പോയി വാച്ച് ചെയ്യണം അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതുവരെ വാഗമണിൽ പോകാതിരുന്ന ഞാൻ വാഗമണിൽ പോയിട്ട് തിരിച്ചു വന്നു ഒറ്റ ദിവസം കൊണ്ടിട്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും പോകാതെ ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും പോണേ. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റാ.